എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ. കയ്യിൻ്റെ ഷോൾഡറൊക്കെ നല്ലൊരു വേദന ഉണ്ടായിരുന്നു. ഒന്ന് വീണിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾ മുന്നേ. അപ്പോൾ അതിൻ്റെ വേദന എപ്പോഴാണ് വരുന്നത് തോന്നുന്നു. മഴക്കാലമൊക്കെ അല്ലേ. അപ്പോൾ മഴയ്ക്ക് ഇന്ന് കുറച്ച് ശമനം ഉണ്ട് കേട്ടോ. ഇന്ന് കുറച്ച് വെയിലൊക്കെ ഉണ്ട്. പിന്നെ മഴക്കെടുതികളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ നമ്മൾ ന്യൂസൊക്കെ തുറന്നു കഴിഞ്ഞാൽ വേദന ഉളവാക്കുന്ന എല്ലാ സംഭവങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ദുരന്തം തന്നെയാണ് ഉണ്ടായത്. ഉറ്റവരേനെയും ഉടയവരേനെയൊക്കെ നഷ്ടപ്പെട്ട ആ വേദനകൾ നമുക്ക് സഹിക്കാവുന്നതിൻ്റെ പരമാവധിയാണ്. ടി വി തുറന്നു കഴിഞ്ഞാൽ ഈ വേദനകൾ മാത്രം. പിന്നെ അർജുൻ്റെ വേദന, നമ്മൾ അർജുനെ കാണാതായതിൻ്റെ തെരച്ചിലിൻ്റെ ആ വേദനയിലാണ് ഇപ്പോൾ ഇങ്ങനൊരു സംഭവം. അപ്പോൾ നമ്മൾ സഹിക്കുക തന്നെ. പിന്നെ നമുക്കും എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. നമ്മളൊക്കെ അങ്ങനെ ജീവിക്കുന്നവരാണ്. അപ്പോൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, അല്ലാതെ നമുക്കൊരു മാർഗ്ഗവുമില്ല. പിന്നെ പരമാവധി സുരക്ഷിതരായിട്ട് മാറിയിരിക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന സ്ഥലങ്ങളാണെങ്കിൽ അവിടുന്ന് മാറിയിരിക്കാൻ ശ്രമിക്കുക. അത്രയേ ഉള്ളൂ. അങ്ങനത്തെ ഒരു കാലമാണ് നമുക്ക് കടന്നു പോകുന്നത്. അപ്പോൾ ഇന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് പോയത്. അപ്പോൾ അവിടെ നല്ല തിരക്കാണ്, പനിക്കാരാണ് കൂടുതൽ. അപ്പോൾ കയ്യൊക്കെ ഒന്ന് കാണിച്ചു, മരുന്നൊക്കെ വാങ്ങിച്ച് പോന്നു. അപ്പോൾ രാവിലെ ചപ്പാത്തിയും മുട്ടക്കറി ഉണ്ടാക്കിയിട്ടാണ് പോയത്. കഴിക്കാനൊന്നും നേരം കിട്ടിയില്ല. പിന്നെ ഉച്ചയ്ക്ക് വന്നിട്ട് വേഗം തന്നെ ഭക്ഷണം ശരിയാക്കി കൊടുത്തു. ചേമ്പിൻ്റെ തണ്ടാണ് കേട്ടത്. ഇത് കണ്ടു കഴിഞ്ഞാൽ എന്താണോ എന്ന് എല്ലാവരും വിചാരിക്കും. അപ്പോൾ ചേമ്പിൻ്റെ തണ്ടിൻ്റെ ഉപ്പേരിയാണത്. മെഴുക്ക് പുരട്ടി പോലെ ഉണ്ടാക്കിയതാണ്. പിന്നെ കായും പയറും കൂടിയിട്ടൊരു ഒഴിച്ചുകറി പോലെ ഉണ്ടാക്കി. പിന്നെ ഉണക്കൽ വറുത്തു. ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും തട്ടിക്കൂട്ടൽ ഫുഡ് തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.